ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനി ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇൻസുലിൻ്റെ ബോട്ടിൽ, അതുപോലെ വാനില എസൻസ് പോലുള്ള എസൻസുകളൊക്കെ ബോട്ടിലെടുക്കുക, അതുപോലെ തന്നെ ഹോമിയോ മെഡിസിൻ്റെ ഒക്കെ ബോട്ടിലെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ അതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കല്ലുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ എടുത്ത് അതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ കുറച്ച് ഓർബീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടെ അത് നിരോധിച്ചിട്ടുണ്ട്, ഓർബീസ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ അതിന് പകരം ഞാൻ മക്കളുടെ ഒരു ടോയ്സിലുണ്ടായിരുന്നത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു കടലിൻ്റെ തീമിലാണ് കേട്ടോ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആ ഓർബീസിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഹെയർ ജെൽ എടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള. അപ്പോൾ അലോവേറ ജെല്ലൊക്കെ പറ്റും കേട്ടോ ക്ലിയർ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ജെല്ലിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള കളർ പറഞ്ഞാൽ ഫുഡ് കളറാണ് കേട്ടോ. ബ്ലൂ ഫുഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഡ്രോപ്പ് പോലും വേണ്ട കേട്ടോ, അത്രയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം കൂടുതലായി പോയാൽ നമുക്ക് ആ കളർ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഹെയർ ജെല്ല് നമുക്കിനി അത് ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിറിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സിറിഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉപയോഗിച്ചോളൂ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടൊക്കെ നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാനതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഒരു 1/4 ഭാഗം അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് ഞാൻ ഓർബീസാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ബീച്ചിലൊക്കെ പോയപ്പം എടുത്ത് കൊടുക്കുന്നതായിരുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങളടുത്ത് ബ്ലൂ കളറ് ഓർബീസ് ഉണ്ടെങ്കിൽ അതന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ, ഹെയർ ജെല്ല് വേണ്ട. ഓർബീസ് തന്നെ ഇട്ടാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് അതിന് പകരമായിട്ട് ഹെയർ ജെല്ല് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു വൈറ്റ് ബീഡും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓർബീസ് എടുത്തുകൊണ്ട് അത് സിറിഞ്ചിൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ബോട്ടിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് നിറച്ച് കൊടുത്താലും മതി. എന്നിട്ട് സ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഹെയർ ജെല്ലും ആ ഓർബീസും കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, ആ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി അതിൻ്റെ നെക്ക് ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ കോർക്ക് ഇട്ട് കൊടുക്കാം. ഈ ബോട്ടിലിൻ്റെ കോർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളടുത്ത് ഇതില്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പ് എന്തെങ്കിലും ചെറിയ പീസ് ഒന്ന് ഈ സൈസിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലത്തെ 4 ബോട്ടിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒന്ന് എൻ്റെ അടുത്ത് പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് ഞാൻ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ബോട്ടിൽ കീ ചെയിനിലൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർക്കിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ചെറിയൊരു കമ്പി ഇട്ട് കൊടുക്കുക. ആ കമ്പീൻ്റെ മുകൾ ഭാഗം ഒന്നിങ്ങനെ വളച്ചു കൊടുക്കുക. എന്നിട്ട് കോർക്കിന് ഏതെങ്കിലും നല്ലൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നമുക്കിത് കീ ചെയിനിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്